ഗോതമ്പ് പൊടി കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 250 ഗ്രാം ഗോതമ്പ് പൊടി പച്ചവെള്ളത്തിൽ നന്നായിട്ട് കലക്കി കട്ടകളൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് എടുക്കാം നെയ്യിൽ വറുത്തിടാനായിട്ട്. ഒരു 350 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 ലിറ്റർ വെള്ളം ഒരു ചെരുവത്തിലേക്ക് ഒഴിച്ച് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതുപോലെ തിള വന്നു കഴിയുമ്പോൾ തീ സിമ്മിലേക്കാക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ ബാറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീ കൂടി പോകാനും പാടില്ല. തീ എപ്പോഴും കുറച്ച് തന്നെ വെക്കണം. നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് നമ്മുടെ ഗോതമ്പ് പൊടി പതുക്കെ ഒന്ന് കുതിർന്ന് വെന്ത് വരും കേട്ടോ. ഈ വെന്ത് വരുന്ന സമയത്ത് ഒന്ന് കുറുകി വരും. ഈ സമയത്താണ് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേട്ടോ. ശർക്കര ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഫ്ലേവറിന് വേണ്ടിയിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായും ജീരകവും ചുക്കും കൂടെ ചേർത്തതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മിൽക്ക് മെയ്ഡോ മിഠായി മീറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലേലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഉള്ളത് കൊണ്ട് അങ്ങ് ചേർക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.